ബീഹാർ മുഖ്യമന്ത്രിയായി സമ്രാട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് ഭവനിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. NDA നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് കുമാർ ഇന്നലെ മുഖ്യമന്ത്രി പദം രാജിവെച്ചിരുന്നു. विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण रखूंगा। मैं बिहार राज्य के मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, നിതീഷ് യുഗം അവസാനിക്കുന്നു. അവിടെ ആദ്യമായി ഒരു BJPയുടെ മുഖ്യമന്ത്രി വരുന്നു. അങ്ങനെ ബീഹാറിനെ സംബന്ധിച്ചൊരു ചരിത്രപരമായ മാറ്റം നടക്കുന്ന ദിവസമാണ്. എങ്ങനെയൊക്കെയായിരുന്നു ചടങ്ങുകൾ? ഈ നിതീഷിന്റെ ഡൽഹിയിലേക്കുള്ള ഈ കളം മാറ്റം അത് എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് അവിടെ ചർച്ചകൾ? അല്പസമയം മുമ്പാണ് ഗവർണർ സയ്യിദ് അത്താ ഹസ്നൈൻ മുഖ്യമന്ത്രിയായി സമ്രാട് ചൗധരിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. കർപ്പൂരി ഠാക്കൂറിന് ശേഷം ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്നും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ആളാണ് സമ്രാട് ചൗധരി. BJPയുടെ പിന്നാക്ക മുഖമാണ്. കുശവാഹ വിഭാഗത്തിൽ നിന്നുള്ള സമ്രാട് ചൗധരി നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇന്നലെയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം രാജിവെച്ചുകൊണ്ട് ഗവർണർക്ക് കത്ത് നൽകിയത്. രാജ്യസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. 10 തവണയായി 2 പതിറ്റാണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്ന ആളാണ് നിതീഷ് കുമാർ. ജനതാദൾ യുണൈറ്റഡിനെ നയിച്ച നിതീഷ് കുമാർ ഒടുവിൽ മുഖ്യമന്ത്രി പദം BJPക്ക് നൽകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറിയെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് BJP സമ്മതിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിതീഷ് കുമാർ മാറുകയും അവിടെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുക്കുകയും ചെയ്ത് BJP അധികാരത്തിൽ വരുന്നു. ആദ്യമായിട്ടാണ് BJP ബീഹാറിൽ അധികാരത്തിൽ വരുന്നത്. സമ്രാട് ചൗധരി ആണ് മുഖ്യമന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്ത് 2 ഉപമുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉണ്ടാകും മന്ത്രിസഭയിൽ.